നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. മലബാറിന്റെ മണ്ണിൽ പൊന്നു വിളയിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ ഒരു ജനത. കേരളത്തിന്റെ തെക്കേ അറ്റത്തുനിന്നും കിഴക്കിന്റെ പൊൻപ്രഭ കണ്ടിറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ളതൊക്കെ വിറ്റുപിറക്കി കിഴികെട്ടി പാലും തേനും ഒഴുകുന്ന നാടിനെ സ്വപ്നം കണ്ടിറങ്ങിയ അവർ കഠിനതയുടെ കാരിരമ്പിന്റെ കറുത്ത കാലത്തെയാണ് പിന്നീട് അവർക്ക് കൂട്ടിന് കിട്ടിയത്. ആർത്തലയ്ക്കുന്ന പേമാരിയും കുലങ്കുത്തുന്ന മലവെള്ളപ്പാച്ചിലും ക്രൂദ്ധരായ കാട്ടുമൃഗങ്ങളും ഈ ജീവിതങ്ങൾക്ക് വിലങ്ങ് തടിയായപ്പോൾ അവർ കർത്താവിന്റെ ചാരത്തണഞ്ഞ് രക്ഷയ്ക്കായി കേണു. വിശ്വാസ തീഷ്ണതയുടെ നിറച്ചാർത്തായി അവർ തന്റെ ദൈവത്തിന് ഒരാലയം തീർത്തു. സെയിന്റ് ജോസഫ് ചർച്ച്, പുല്ലൂരാമ്പാറ. 1954 ബഹുമാനപ്പെട്ട ബർത്തലോമി അച്ഛൻ്റെ കാലം മുതൽ പുല്ലൂരാമ്പാറ ഇടവകയിൽ സൺഡേ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം 63 കൊല്ലത്തോളം വളരെ മനോഹരമായി സജീവമായി ഞങ്ങളുടെ ഇടവകയിൽ സൺഡേ സ്കൂൾ നടന്നു വരുന്നു. ജോർജ് കുട്ടി പുല്ലുകാട്ടിൽ സാറിൻ്റെയും ജോൺ പുതിയാമടം സാറിൻ്റെയും നേതൃത്വത്തിൽ വർഷങ്ങളായി പ്രധാന അധ്യാപകരായി അവർ സേവനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ 630ഓളം കുട്ടികൾ വിശ്വാസ പരിശീലനം നടത്തി വരുന്നു. അതിൽ LP വിഭാഗത്തിൽ 130ഓളം കുട്ടികളും UP ഹൈസ്കൂൾ വിഭാഗത്തിൽ 350ഓളം കുട്ടികളും +1 +2 വിഭാഗത്തിൽ 135 കുട്ടികളോളം പഠനം നടത്തി വരുന്നു. HCC 1 HCC 2 വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ താമരശ്ശേരി രൂപതയിൽ തന്നെയുള്ളത് പുല്ലൂരാമ്പാറ ഇടവകയിലാണെന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവരുടെ HCC പരീക്ഷയിൽ അവർക്ക് ഈ കൊല്ലത്തെ എഴുതിയ മുഴുവൻ കുട്ടികളും നമ്മുടെ ഇവിടെ നിന്നും പുല്ലൂരാമ്പാറ ഇടവകയിൽ നിന്നും 100% വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതും ഏറെ സന്തോഷകരമായ നിമിഷമാണ്. 22 അൽമായ അധ്യാപകരും 5 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഒരു ബ്രദറും കൂടി ആകെ 28 അധ്യാപകർ പുല്ലൂരാമ്പാറ ഇടവകയിൽ സേവനം ചെയ്തു വരുന്നു. നമ്മുടെ ഇടവകയിൽ നിന്നും ഉള്ള കുട്ടികൾ സ്കോളർഷിപ്പ് രൂപതാതലത്തിലും മേഖലാതലത്തിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികൾക്കായിട്ട് ഇടവകാംഗങ്ങൾ ഏർപ്പെടുത്തിയ എൻഡോമെൻറ്റിൽ നിന്നും ക്യാഷ് അവാർഡുകൾ നൽകി വരുന്നു. മേഖലാതലത്തിനും രൂപതാതലത്തിനും നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ഉയർന്ന വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ വലുതാവാൻ ഭാവിച്ചിടത്തെല്ലാം ചെറുതായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവൻ നൽകുന്ന അപ്പം അവിടുന്ന് ചെറുതായി കാണിച്ചു തന്നു. അതാണ് ദിവ്യകാരുണ്യം. അമ്മയെക്കാളും അപ്പനേക്കാളും ഉപരിയായി സ്നേഹം പകരുന്ന ദിവ്യകാരുണ്യ ഈശോ. ദിവ്യകാരുണ്യ സ്നേഹത്തെ വിളിച്ചോതിക്കൊണ്ട് തന്റെ സ്വരമാധുര്യത്തിന്റെ ഈരടികളുമായി കൊച്ചു ഗായിക
ഏകദേശം 1954 മുതലാണ് പുലിരാമ്പാറ ഇടവകയിൽ KCYM യുവജനങ്ങൾ എന്ന സംഘടന സ്ഥാപിതമായത്. ഇടവകയുടെ സാമൂഹികവും ആത്മീയവുമായ കാര്യങ്ങളിൽ എന്നും യുവജനങ്ങൾ ഇടവകയോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും നിലനിന്നിരുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുത തന്നെയാണ്. അത് യുവജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയായിട്ട് എടുത്തു പറയണം. ആത്മീയ കാര്യങ്ങളിൽ പോലും യുവജനങ്ങൾ എന്നും മുൻപന്തിയിലാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാ ശനിയാഴ്ചകളിലും ദിവ്യബലിക്ക് ശേഷം യുവജനങ്ങൾ കുറച്ച് സമയം കണ്ടെത്തുകയും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ജപമാല അർപ്പിച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളിൽ എന്നും യുവജനങ്ങൾ മുൻപോട്ട് പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം ഈ ഇടവകയിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനും യുവജനങ്ങൾക്ക് സാധിച്ചിരുന്നു. യുവജനങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഇടവകയിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തുകയും ആ കുടുംബങ്ങളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇടവകയിലെ മുഴുവൻ വീടുകളും ഏകദേശം 1000-ഓളം വരുന്ന കുടുംബങ്ങൾ കയറിയിറങ്ങി പഴയ ആക്രി സാധനങ്ങൾ ശേഖരിക്കുകയും അവ വിൽക്കുകയും ചെയ്ത് അവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് യുവജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, അതുപോലെ ചെറിയ കുട്ടികളെയൊക്കെ സ്കൂളുകളിൽ മറ്റ് പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നതിനു വേണ്ടിയും യുവജനങ്ങൾ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. വാദ്യമേള താളലയങ്ങളോടെ ചെണ്ടമേളം.
ഞങ്ങൾ പുല്ലരാമ്പാറ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നിന്നാണ്. ഞാൻ ഹൈസ്കൂളിൻ്റെ പ്രധാന അധ്യാപികയാണ്. എൻ്റെ പേര് മേഴ്സി മൈക്കിൾ. ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. 1976 സ്ഥാപിതമായ ഹൈസ്കൂളാണ് ഞങ്ങളുടേത്. ഏതാണ്ട് 600ഓളം വിദ്യാർത്ഥികളും 30ഓളം അധ്യാപകരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മലയോര മേഖലയിലെ ഒരു മികച്ച സ്കൂളാണ് ഞങ്ങളുടേത്. ആനിക്കാമ്പൊയിൽ, കരിമ്പ്, മുത്തപ്പൻപുഴ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളും പുല്ലരാമ്പാറയിലുള്ള വിദ്യാർത്ഥികളുമാണ് ഇവിടെ പഠിച്ചു വരുന്നത്. തുടർച്ചയായി നല്ല നിലവാരത്തിലും നല്ല റിസൾട്ടിലും പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാലയമാണ് ഞങ്ങളുടേത്. അന്തർദേശീയ താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ ഞങ്ങളുടെ വിദ്യാലയം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ലിസ്ബത്ത് കരോളിൻ ജോസഫ്, അപർണ റോയി തുടങ്ങിയ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ വിദ്യാലയത്തിലെ ആണ് കായിക പരിശീലനം നടത്തിയിരുന്നത്. കായിക പരിശീലനത്തിന് ഏറ്റവും മികച്ച ഒരു ഗ്രൗണ്ട് ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ഒരു നേട്ടമാണ്. കൂടാതെ JRC, സ്കൗട്ട്, ഗൈഡ്സ് തുടങ്ങിയ കുട്ടികളും ക്ലബ്ബുകളും ഞങ്ങളുടെ സ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എല്ലാ മേഖലയിലും മലയോര മേഖലയിലെ സ്കൂളുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഞങ്ങളുടെ സ്കൂളിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ഈ അവധിക്കാലത്ത് മാനേജ്മെൻറ്റിൻ്റെയും PTA ഒക്കെ സഹായത്തോടെ അത് ഏതാണ്ട് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജെറുസലേമിന്റെ സുരക്ഷിതത്വവും രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ കൈപ്പേറിയ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ പ്രത്യേകമായ പരിപാലന അവർ അനുഭവിച്ചറിഞ്ഞു. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു യഹൂദിയെ ഇസ്രായേലിന് വിമോചിക്കയായി നിയോഗിക്കുന്ന സംഭവം നൃത്ത ചൂടുകളോടെ ഇവിടെ അവതരിപ്പിക്കുന്നു. രാജാവിൻ സൈന്യത്തിലെ എന്ന കാര്യസ്ഥനൊരു നാൾ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായി കിങ്കരന്മാരൊത്ത് വന്നൊരു നാൾ. നാലാം ദിനമൊരു സൽക്കാരത്തിൽ
ശിരസ് അതിവേഗമെത്തിച്ച ഒരു കുഞ്ഞു പോലും അറിഞ്ഞതില്ല. സാത്താന ശത്രു നശിച്ചുപോയി, അസീറിയായുടെ സൈന്യങ്ങളും. എല്ലാം കണ്ടിരിക്കുന്ന ദൈവത്തിൻ ജനമേ പറയൂ, നിങ്ങളും കേൾക്കുന്നു ദൈവസ്വരം. വിശ്വാസം പ്രാർത്ഥന ഇവ നൽകും ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ. എൻ്റെ പേര് വർഗീസ് സി ജെ. പുല്ലൂരാമ്പാറ സെൻറ്റ് ജോസഫ്സ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകനാണ്. 1952 ഒരു എലിമെൻ്ററി സ്കൂളായിട്ടാണ് ഈ വിദ്യാലയത്തിൻ്റെ ആരംഭം. ഇന്ന് 65 വർഷം പിന്നിടുമ്പോൾ ഈ മലയോര മേഖലയിലെ ഏറ്റവും വലിയ പ്രാഥമിക വിദ്യാലയമായിട്ട് ഈ സ്കൂൾ വളർന്നു കഴിഞ്ഞു. ഇന്ന് 874 കുട്ടികളും 28 അധ്യാപകരുമുള്ള വലിയൊരു സ്ഥാപനമായി നമ്മുടെ വിദ്യാലയം അതിൻ്റെ പുരോഗതിയുടെ പാതയിൽ മുമ്പോട്ട് ജൈത്രയാത്ര തുടരുകയാണ്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മാനേജ്മെൻറ്റും PTA-യും അധ്യാപകരും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ രക്ഷിതാക്കളും തോളോട് തോൾ ചേർന്ന് ഏറ്റവും ഭംഗിയായി ചേർന്ന് പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനമായി നമ്മുടെ വിദ്യാലയം ഇന്ന് മുന്നോട്ട് അതിൻ്റെ യാത്ര തുടരുകയാണ്.